നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ ഗംഭീര പ്രകടനമാണ് പോളിഷ് സൂപ്പർ താരമായ റോബർട്ട് ലെവൻഡോസ്കി പുറത്തെടുക്കുന്നത്. ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സ ഇപ്പോൾ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതിൽ വലിയ പങ്ക് വഹിക്കുന്നത് ലെവൻഡോസ്കി തന്നെയാണ്. 20 ഗോളുകളും 4 അസിസ്റ്റുകളും ഈ സീസണിൽ ഇതിനോടകം തന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ ഒരുപിടി റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷക്കാലമായി സ്ഥിരതയാർന്ന പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ മൂന്നാമത്തെ താരം അത് റോബർട്ട് ലെവൻഡോസ്കിയാണ്. ഒന്നാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ, രണ്ടാം സ്ഥാനത്ത് ലയണൽ മെസ്സി എന്നിങ്ങനെയാണ് വരുന്നത്. അവരെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റോബർട്ട് ലെവൻഡോസ്കി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ, ലയണൽ മെസ്സി എന്നിവരുടെ കണക്കുകളുമായി മുട്ടി നിൽക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടിയും ലെവൻഡോസ്കി നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കൂടുതൽ ഗോളുകൾ നേടാനും മെസ്സി, റൊണാൾഡോ എന്നിവരുടെ റെക്കോർഡുകൾ തകർക്കാനും വേണ്ടി ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാറുണ്ട്. അവർ രണ്ടുപേരും മറ്റൊരു ലോകത്ത് നിന്നുള്ളവരാണ്. പക്ഷേ അവരുടെ പിറകിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ തോൽപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഞാൻ അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേര് കൂടി ഉൾപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് റോബർട്ട് ലെവൻഡോസ്കി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും FC ബാഴ്സലോണ ഇനിയിപ്പോൾ അടുത്ത ലീഗ് മത്സരം കളിക്കുക വരുന്ന ശനിയാഴ്ച അർദ്ധരാത്രി ഇന്ത്യൻ സമയം 1:30 സെൽറ്റ വിഗോയാണ് ഈ മത്സരത്തിൽ ബാഴ്സയുടെ എതിരാളികൾ. റോബർട്ട് ലെവൻഡോസ്കി മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ യുവ സൂപ്പർ താരമായ ലാമിൻ യമാൽ ഈ മത്സരത്തിൽ കളിച്ചേക്കില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.